ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ മനസ്സിലാക്കുന്നതിന് മിനിമം 1 വർഷം വേണം. അതിൻ്റെ ഇടയ്ക്ക് കൊച്ചുണ്ടാവുന്ന വലിയ എന്താ അച്ചീവ്മെന്റ് എന്ന് അവരുടെയൊക്കെ വിചാരം. എടി അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. നിന്നെ പോലെ കരിയർ സെറ്റായിട്ട് മാത്രം കുഞ്ഞുങ്ങളെ മതിയെന്നൊന്നും ആരും ചിന്തിക്കണമെന്നില്ല. അല്ലെങ്കിൽ അവരെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിവരം വേണം. എൻ്റെ വീട്ടുകാരെന്നെ ലോൺ എടുത്ത് പഠിപ്പിച്ചതേ ഞാൻ നല്ലൊരു നിലയിലെത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ പറയുന്ന ടീംസിനെ പോലെ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ഉദ്ദേശം എന്തോന്നാണ്? ഇപ്പം തന്നെ കല്യാണം കഴിഞ്ഞ് 3 കൊല്ലമായി. അല്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും വേണ്ടെന്നാണോ? അമ്മ, അവൾ ഒരുപാട് ട്രൈ ചെയ്ത് കിട്ടിയ ജോലിയാണ്. ഇനി എന്ത് മലമറിച്ച് കിട്ടിയ ജോലിയായാലും നമുക്കത് വേണ്ട. ഇനി നിങ്ങളുടെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ജോലിക്ക് പോകും. അമ്മ പറഞ്ഞാലും കാര്യമില്ലേ? നമ്മൾ രണ്ടുപേരും 2 ഷിഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തമ്മിലൊന്ന് കാണാൻ പോലും പറ്റില്ല. പിന്നെ ശനി ഞായർ ഓഫല്ലേ, അപ്പോൾ തമ്മിൽ കാണാം. എടി പിന്നെ നിന്റെ ഉദ്ദേശം എന്താണ്? ജോലി കിട്ടിയിട്ട് മതി കുഞ്ഞെന്ന് പറഞ്ഞിട്ടാ നമ്മൾ 3 വർഷം വെയിറ്റ് ചെയ്തത്. എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ പ്രഗ്നന്റ് ആയാൽ വീണ്ടും എൻ്റെ കരിയറിൽ ബ്രേക്ക് ആവില്ലേ? മിനിമം 2 വർഷം വർക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ട് മതി പ്രഗ്നൻസി. ഇനിയും 2 വർഷം? ഇടി നീ എന്തോന്ന് വിചാരിച്ചു വെച്ചിരിക്കണത്? നമ്മൾ വിചാരിച്ച ഉടനെ കൊച്ചിങ് വരുമെന്നോ? ഇവിടെ ഓരോരുത്തരും 35-40 വയസ്സിലൊക്കെ പ്രഗ്നന്റ് ആവുന്നത്. ജയറാം എന്തായാലും ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ നിർബന്ധിക്കണ്ട. പെൺകുട്ടികളായ സ്വന്തം കാലിൽ നിൽക്കണം തന്നെ അമ്മയുടെ അഭിപ്രായം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയിട്ട് ഒരു കുഞ്ഞു മതിയെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല മോളെ. ഇപ്പം തന്നെ ഇവന് വയസ്സ് 34ആയി. ഇനി ഒരു കുഞ്ഞുണ്ടായി അതിനെ വളർത്തി ഒരു നിലയ്ക്ക് എത്തിക്കുന്നത് വരെയെങ്കിലും നമുക്ക് ആരോഗ്യം വേണ്ടേ? ഒരു കുഞ്ഞുണ്ടായാൽ നിങ്ങൾ ജോലിക്ക് പോയാലും അതിനെ നോക്കാനുള്ള ആരോഗ്യം ഇപ്പം ഞങ്ങൾക്കുണ്ട്. അമ്മ പറയാനുള്ളത് പറഞ്ഞു മോളെ. ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ?